ഈ പരാതിയുമായി മുന്നോട്ട് പോയ ഹോട്ടൽ ഉടമ ഔസേഫ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഔസേഫ്, ഇന്നലെ നമ്മൾ വിശദമായി സംസാരിച്ചതാണ്. ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. താങ്കളുടെ പരാതി കേരളം മുഴുവൻ കേട്ടതാണ്. അതാ ഇപ്പോൾ വൈകിയാണെങ്കിലും, വളരെ വൈകിയാണെങ്കിലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ ഇടപെടൽ ഉണ്ടാവുകയാണ്. രതീഷിന് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണ്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? മാഡം, ഞാനിന്ന് DIG ഹരിശങ്കർ സൗത്ത് സോൺ IG നമ്പർ തന്നിരുന്നു. അപ്പോൾ ഞാൻ അതനുസരിച്ച് IG സൗത്ത് സോണിന് ഞാൻ പരാതിക്കാരനായി ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു. ഒരു 1 hour ബാക്ക് വിളിച്ചിരുന്നു. അപ്പോ ഞാൻ IG ശ്യാം സുന്ദർ സാറിനോട് ചോദിച്ചു, വാട്ട് ആർ ദ പ്രൊസീജിയർ, വെദർ ദ എൻക്വയറി ഹാസ് ബീൻ കംപ്ലീറ്റഡ്, ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഹാസ് ബീൻ കംപ്ലീറ്റഡ്, വാട്ട് ഈസ് ദ ഔട്ട്കം എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞത്, the enquiry has been completed and he is guilty, it has been proved and stringent action will be taken against him എന്നാണ് അദ്ദേഹം എനിക്ക് തന്ന മറുപടി. അപ്പൊ ഞാൻ ചോദിച്ചു, 23 ഡിസംബറിൽ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോർത്ത് സോൺ IG സേതുറാം ഉത്തരവിട്ടു. ഞാൻ 1 year ബാക്ക് ബിജു സ്റ്റീഫൻ എന്ന് പറഞ്ഞ സൂപ്രണ്ടിന് മൊഴി നൽകി. സ്റ്റിൽ 18 മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ എൻക്വയറി കംപ്ലീറ്റ് ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞത് എൻക്വയറി കംപ്ലീറ്റ് ആയി, അവൻ കുറ്റം ചെയ്തതായി സംശയാതീതമായി തെളിയിക്കപ്പെട്ടു, അതുകൊണ്ട് സ്ട്രിഞ്ചന്റ് ആക്ഷൻ വിൽ ബി ടേക്കൺ അഗെയിൻസ്റ്റ് ഹിം എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്ന അനുസരിച്ച് കാരണം കാണിക്കൽ നോട്ടീസാണ്, നടപടി എടുക്കുമായിരിക്കും. പക്ഷേ ഇപ്പോഴും അന്വേഷണം പൂർത്തിയായി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ടീസിന്റെ ആവശ്യമുണ്ടോ? അങ്ങ് നടപടി എടുത്താൽ പോരെ? താങ്കൾ അത് ചോദിച്ചോ? മാഡം, അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് ഇതാണ്, എനിക്ക് തന്ന CCTV ദൃശ്യങ്ങള് പോലീസാണ് തന്നിരിക്കുന്നത്. ഈസ് സർട്ടിഫൈഡ് ബൈ ദ പോലീസ് and the torturing is shown in the CCTV. Then why you want to conduct an inquiry, why you want to give this show cause notice? It is in front of you. All of your higher officers have seen this torturing. Then why you are not removing this fellow from the service എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോഴും IG പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പ്രൊസീജിയറൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് കോടതിയിൽ പോകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞു, കോടതിയിലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് ഈ ഉദ്യോഗസ്ഥൻ നടത്തിയത്. സുപ്രീം കോടതി സ്റ്റേഷനുകളിൽ ടോർച്ചറിങ് പാടില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനം നടത്തിയ ഈ ഓഫീസറെ എന്തിനാണ് അന്വേഷണം നടത്തുന്നത്? സർവീസിൽ നിന്നും അടിയന്തരമായിട്ട് പിരിച്ചുവിടണം എന്നാണ് ഞാൻ IG യോട് പറഞ്ഞിട്ടുള്ളത്.